ഗോപാലകൃഷ്ണൻ IASന്റെയും എൻ പ്രശാന്ത് IASന്റെയും സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ. സിവിൽ സർവീസിൽ ഭിന്നിപ്പും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതുമാണ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ മതാടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ്. സാമൂഹിക മാധ്യമങ്ങളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രശാന്ത് നടത്തിയ പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതും സിവിൽ സർവീസിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതുമാണെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. VV വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ, വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഈ സസ്പെൻഷൻ ഓർഡറിൽ ഉള്ളത്. ഈ സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കിയ വിഷയമാണ്, നമുക്കറിയാം. സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം ഈ വിഷയത്തിൽ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നടപടി സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഈ വിഷയം തീരുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ആദ്യ പ്രതികരണങ്ങളിൽ തന്നെ പ്രശാന്ത് IAS പറയുന്നുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണല്ലേ? അറിയ രണ്ട് IAS ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുമ്പോൾ അതിന്റെ കാരണം കൂടി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് K ഗോപാലകൃഷ്ണനെതിരെയുള്ള ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ യൂണിറ്റി തകർക്കാൻ ശ്രമിച്ചു, അതായത് അവരുടെ ഐക്യം, ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഐക്യം തകർക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ മതപരമായ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് സർക്കാർ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് അവരുടെ യൂണിറ്റി, അതോടൊപ്പം തന്നെ ഈ മതപരമായി വേർതിരിക്കൽ, കമ്മ്യൂണൽ ഡിവിഷൻ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നാണ്. അത് സ്വാഭാവികമായും ഇനി പോലീസ് അക്കാര്യത്തിൽ FIRലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നേരത്തെ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് അന്വേഷണം നടത്തുകയും DGPക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അത് ചീഫ് സെക്രട്ടറി കൈമാറുകയും ചീഫ് സെക്രട്ടറി സർക്കാരിനോട് നടപടിക്ക് ശുപാർശ ചെയ്യുമായിരുന്നു. ഇനി ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഇതിൽ പ്രൈമാഫേസി, അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഗോപാലകൃഷ്ണന്റെ വാദങ്ങൾ ശരിയല്ല, അദ്ദേഹമാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് പോലീസ് അന്വേഷണം, അത് സംബന്ധിച്ച കാര്യങ്ങളും ഈ ഉത്തരവിന്റെ ഭാഗമായി കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത, അത് മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുകയും ചെയ്തു എന്ന കണ്ടെത്തൽ, അതിൽ തന്നെ ഗോപാലകൃഷ്ണന്റെ നടപടി അതൊരു ക്രിമിനൽ കുറ്റമായി വരുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാന. ഇതിൽ വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ കടന്നേക്കാം. ഇത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന നിലയ്ക്കാണ്, അതായത് ഏറ്റവും വേഗത്തിലുള്ള നടപടി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, പോലീസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനിലേക്ക് പോകുന്നു എന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ഗോപാലകൃഷ്ണനെതിരെ മറ്റ് നടപടികൾ, അത് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസിന്റെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രശാന്തിന്റെ കാര്യത്തിലാകട്ടെ തുടരെ ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയും ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ അപകീർത്തിപ്പെടുത്തി. ഇത് വിഭാഗീയത എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലാണ് ഈ പ്രശാന്ത് നടപടികൾ പോയത്. ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്ത് സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിച്ചു, സർവീസ് ചട്ട ലംഘനം, അത് രണ്ടുപേരുടെ ഉത്തരവിലും സർവീസ് ചട്ട ലംഘനം കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വകുപ്പുകൾ എല്ലാം തന്നെ ചേർത്തുകൊണ്ടാണ് ഈ തരത്തിൽ രണ്ട് സസ്പെൻഷൻ ഉത്തരവുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രശാന്താകട്ടെ തന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഓഫീസിലേക്ക് പോകും. കഴക്കൂട്ടത്ത് ക്ലാസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം കൃഷി വകുപ്പിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, സ്പെഷ്യൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നുണ്ട്. ഈ സസ്പെൻഷൻ ഉത്തരവ് അദ്ദേഹം നേരിട്ട് കൈപ്പറ്റിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. പ്രശാന്ത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അത് തനിക്കും സാധാരണ പൗരന്മാരെ പോലെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജയതിലകിനെതിരെ സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശം തനിക്കുണ്ട്. സർക്കാരിന്റെ ഏതെങ്കിലും നയത്തെയോ തീരുമാനത്തെയോ ഉത്തരവോ ഒന്നും തന്നെ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവീസ് ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രശാന്ത് ആവർത്തിക്കുന്നത്. അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമെന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നിയമ പോരാട്ടത്തിലേക്ക് പ്രശാന്ത് പോകുന്നു. അതിനപ്പുറത്തേക്ക് ചില രേഖകൾ കൂടി പുറത്തു വരികയാണ്. പ്രശാന്ത് രേഖകൾ പൂഴ്ത്തി, ഉന്നതിയുമായി ബന്ധപ്പെട്ട് SC വകുപ്പിന് കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ രേഖകൾ പൂഴ്ത്തി, ഫയലുകൾ പൂഴ്ത്തി എന്നതടക്കം ഒരു മാധ്യമത്തിൽ, അച്ചടി മാധ്യമത്തിൽ വന്ന വാർത്ത, ഈ വാർത്ത വ്യാജ വാർത്തകൾ നൽകുന്നത് ജയതിലകാണ് എന്നാണ് പ്രശാന്തിന്റെ ആരോപണം. ഇതാണ് ഈ ഏറ്റുമുട്ടലിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ആ നിലപാടിൽ പ്രശാന്ത് ഉറച്ചു നിൽക്കുന്നു. ഇത് വ്യാജ വാർത്തയാണ്. അദ്ദേഹം ഭാഗത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില ഉത്തരവുകളുടെ പകർപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് പ്രശാന്ത് CEO പദവി ഒഴിയുമ്പോൾ, അന്ന് K രാധാകൃഷ്ണനായിരുന്നു
പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ മന്ത്രി ചെയർമാനായും പ്രശാന്ത് സിഇഒ ആയും ഈ ഉന്നതി എന്ന പദ്ധതി വരുന്നു. അതിനുശേഷം സിഇഒ സ്ഥാനത്തേക്ക് വരുന്നത് ഗോപാലകൃഷ്ണനാണ്, കെ ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ വരുന്ന സമയത്ത് ഈ ഫയലുകളെല്ലാം പ്രശാന്ത് ഏൽപ്പിച്ചു എന്ന് കാട്ടിയുള്ള വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനർത്ഥം പ്രശാന്ത് ഫയലുകൾ കൈമാറിയിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഫയലുകൾ പൂർത്തി എന്ന നിലയിൽ വാർത്ത വന്നു. അങ്ങനെ ഒരു വ്യാജ വാർത്ത നൽകിയത് ജയതിലകാണെന്ന് പ്രശാന്ത് ആരോപിക്കുന്നു. പക്ഷെ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രശ്നം പ്രശാന്തിന് ജയതിലകനെതിരെയുള്ള പരാതിയുമായി മുന്നോട്ട് പോകാമായിരുന്നു. ചീഫ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുമായി മുന്നോട്ട് പോകാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയോ ചീഫ് സെക്രട്ടറിയോ ഒക്കെയാണ് അദ്ദേഹം ഇത് ധരിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് പ്രശാന്തിന് വിനയായത്. ഏതായിരുന്നാലും നിയമപോരാട്ടം നടത്തുമെന്ന് പ്രശാന്ത് വ്യക്തമാക്കുന്നുണ്ട്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.